എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇറാൻ ഇസ്രയേൽ വാർ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പല സമാധാന ഉടമ്പടികളും പീസ് ട്രീറ്റുകളുമൊക്കെ നടപ്പാക്കിയെങ്കിലും ഒന്നും ഒരു ഫലപ്രാപ്തി കാണാതെ വീണ്ടും യുദ്ധം മുറുകുകയാണ്. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെയും അവിടുത്തെ ആളുകളെയും അതോടൊപ്പം തന്നെ ലോക സാമ്പത്തിക രംഗത്തെയുമാണ്. ലോക സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്നത് ഓയിൽ പ്രൊഡക്റ്റുകളും പെട്രോളിയം പ്രൊഡക്റ്റുകളിലും ഉണ്ടെയൊക്കെ വിപണനവും അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടുള്ള നിർമ്മാണങ്ങളും ഒക്കെയാണ്. മരുന്നുകളും അതേപോലെ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ധാരാളമായിട്ട് വ്യവസായത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് വ്യാവസായികത്തെ ബാധിച്ച് ഒരുപാട് എക്കോണമിക്കൽ എഫക്റ്റ്, സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കും. അതോടൊപ്പം ടൂറിസം വികസനവും ടൂറിസത്തിലൊക്കെ മിഡിൽ ഈസ്റ്റ് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇറാൻ ശക്തമായി ചില പശ്ചിമേഷ്യൻ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. അമേരിക്ക ബോംബിംഗ് തുടരുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു, ഇസ്രയേലും യുദ്ധം വെട്ടുന്നു. ഇങ്ങനെ ആകെ ലോക സമാധാനവും കലുഷിതമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ചീപ്പായിട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്ക ഇപ്പോൾ ഇറാനെ നേരിടുകയാണ്. സെയിം ഉക്രൈൻ്റെ പദ്ധതി പോലെ ഉക്രൈൻ ഇപ്പോൾ റഷ്യയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ ഡ്രോണുകൾ റഷ്യയിലെ മോസ്കോ വരെ എത്തി അവിടെ വരെ അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാൻ തിരിച്ചും ആകെ ഒരു യുദ്ധമയമായി കൊണ്ട് ഇരിക്കുകയാണ്. സാധാരണ ജനങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. യുദ്ധം അവസാനിക്കണമെങ്കിൽ അമേരിക്ക ഹോർമോസ് വിടണമെന്നാണ് ഇറാൻ കർക്കശമായി പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാന് താക്കീത് കൊടുത്തുകൊണ്ട് അതിശക്തമായ വ്യോമാക്രമണമാണ് ഇറാനും അമേരിക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത്. ഇറാൻ മെയിൻലി കുവൈറ്റ്, ജോർദാൻ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളുടെ എയർപോർട്ടുകളും എണ്ണ സംഭരണശാലകളും റിഫൈനറുകളുമൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇറാൻ കണ്ണിന് പകരം കണ്ണ് എന്ന രീതിയിൽ ശക്തമായി തിരിച്ചടിക്കുന്നു. ഇത് എങ്ങനെ പര്യവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയാണ് ഇപ്പോഴുള്ളത്. എങ്ങനെയാണെങ്കിലും മിഡിൽ ഈസ്റ്റ്, പേർഷ്യൻ ഗൾഫ്, ഹോർമോസ് മുതലായ ഏരിയകൾ എല്ലാം അതീവ സംഘർഷഭരിതമായി തീർന്നുകൊണ്ട് പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും അതേപോലെയുള്ള പേർഷ്യൻ ഗൾഫിലേക്കുള്ള കയറ്റുമതിയും എല്ലാം അവതാളത്തിലാക്കിക്കൊണ്ട് സാധാരണ ജനങ്ങളെയും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി ആകെപ്പാടെ എണ്ണവില കുതിച്ചുയരുകയാണ്. എല്ലായിടത്തും ചൈനയിലും ജപ്പാനിലും ഇന്ത്യയിലുമൊക്കെ എണ്ണയും ഗ്യാസിൻ്റെയും ഒക്കെ വില കൂടും. പഴയ ഫെബ്രുവരി 22 തുടങ്ങിയ യുദ്ധം പഴയ രീതിയിലേക്ക് തന്നെ അതിലും തീവ്രമായി ഇപ്പോൾ മുന്നേറുകയാണ്. ട്രംപിൻ്റെ ആയുധശേഖരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് തടി ഊരാൻ വേണ്ടി പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ ഇറാൻ സമ്മതിക്കുന്ന സ്ഥിതി കാണുന്നില്ല. എങ്ങനെയാണെങ്കിലും എല്ലാവരും ആശങ്കാകുലരാണ്. ഫ്ലൈറ്റുകൾ ഒക്കെ ഡിലേ ആകുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസലാകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം UAE-നെയും സൗദി അറേബ്യനെയും അധികം ആക്രമിക്കുന്നില്ല. അത് എപ്പോൾ തുടരുമെന്നറിയില്ല. ഒമാനാണെങ്കിൽ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇറാൻ്റെ, എങ്കിലും ഒമാനിലും ആക്രമണം നടക്കുന്നു. ഇപ്പോൾ ഖത്തറാണ് കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. ഖത്തർ സ്ട്രോങ് വാർണിംഗ് ഇറാന് കൊടുത്തിരിക്കുന്നു. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.